നല്ല ചൂടല്ലേ, നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ? പച്ചമാങ്ങയൊക്കെ നന്നായി കഴുകി തൊലി കളഞ്ഞ് ഇനി അത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരയാൻ പാകത്തിന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് പുതിനല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പച്ചമാങ്ങ ഇട്ടു, അതിനുശേഷം ഇഞ്ചി ഇട്ടു, പുതിനല ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം, ഞാനിപ്പോൾ ഒഴിക്കുന്നത് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് ഇട്ട് അത് അരിച്ചെടുക്കുക. നമുക്കതിന് കൊറ്റനൊന്നും ആവശ്യമില്ല. ഇതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ അത് നമ്മുടെ ഇഷ്ടം. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിടാം, പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം. ഞാൻ ഇടുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് അത് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടു, പിന്നെ ചിയാ സീഡ് ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡോ കസ്കസോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായത് ചിയാ സീഡാണ്, അപ്പോൾ ഞാൻ അത് ഇട്ടു. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ചൂടല്ലേ, നമുക്കൊരു നല്ല റിഫ്രഷ്മെൻറ്റും ആയി, കുട്ടികൾക്കൊക്കെ കളി കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു ജ്യൂസായി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.